പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമ്മുടെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുവാൻ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇവിടുത്തെ മരിയൻ അഭിഷേകത്തോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ കടമയാണ്. നമ്മളത് പ്രയോജനപ്പെടുത്തുക. നമ്മൾ അലക്ഷ്യമായി നിന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം വരണമെന്നില്ല. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ ചെയ്യുന്ന തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ ബലിയർപ്പണം. നമ്മുടെ ദൈവം തൻ്റെ തിരുക്കുമാരൻ്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി ചേർത്ത് പിടിച്ചിരിക്കുക. ദൈവത്തിന് സ്വന്തമായതെല്ലാം നോട്ടമിടുന്ന ഒരാളുണ്ട്, ദൈവത്തിൻ്റെതെല്ലാം തട്ടിയെടുക്കുന്ന ഒരാളുണ്ട്. പറുദീസയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ പ്രലോഭിപ്പിച്ച് തട്ടിയെടുത്ത് കളഞ്ഞു. അവൻ്റെത് അവനെടുക്കില്ല, ദൈവത്തിൻ്റെത് അവനെടുക്കും, ദൈവത്തിൻ്റെത് അവൻ തട്ടിയെടുക്കും. അതുകൊണ്ട് ഈ കുർബാന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം, പിശാച് നമ്മളെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ. നമുക്കൊരനുഗ്രഹം വരാൻ, അനുഗ്രഹം തരാൻ ദൈവം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്, ദൈവം കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഒരു അശ്രദ്ധ മൂലമോ നമ്മൾ പിശാചിന് അവസരം കൊടുത്തത് മൂലമോ അത് നഷ്ടമാകാൻ അത് വളരെ സമയമില്ല. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടുകൂടെ പങ്കുചേരാം. ദൈവത്തിന് സ്വന്തമായിട്ടുള്ളതെല്ലാം പിശാച് തട്ടിയെടുക്കും. നിങ്ങളെ തട്ടിയെടുക്കാൻ പിശാച് ഇപ്പോൾ ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുറ്റും ഇങ്ങനെ അവൻ പതിയിരിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായതുകൊണ്ടാണ്. നിനക്കതിനെക്കുറിച്ച് ബോധമുണ്ടോ പ്രിയ ദൈവ പൈതലെ? നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് ബലിയർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ബലിയർപ്പണം വളരെയധികം അനുഗ്രഹമായി മാറട്ടെ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക്
നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പെസഹ രഹസ്യത്തോട് അനുരൂപപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നവ നിരന്തര ശക്തിയാൽ ഞങ്ങളെ പരിപാലിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പോസ്തലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും തിരുസഭ മുഴുവനും തോന്നി. സഹോദരന്മാരിൽ നേതാക്കന്മായിരുന്ന ബർസബാസ് എന്ന് വിളിക്കുന്ന യൂദാസിനെയും സീലാസിനെയും ഒരെഴുത്തുമായി അവർ അയച്ചു. എഴുത്ത് ഇപ്രകാരമായിരുന്നു: അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ, അന്ത്യോക്യയിലെയും സിറിയായിലെയും കിലിക്കിയായിലെയും വിജാതീയരിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനഃചാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങളവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വിഗ്രഹങ്ങൾക്കർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തുഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്നകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. മംഗളാശംസകൾ. അവർ യാത്ര തിരിച്ച് അന്ത്യോക്യയിലെത്തി. ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി എഴുത്ത് അവരെ ഏൽപ്പിച്ചു. അവർ ആ ഉപദേശം വായിച്ച് സന്തുഷ്ടരായി.
കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞതയർപ്പിക്കും. കർത്താവെ, കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങയ്ക്ക് ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. കൃതജ്ഞതയർപ്പിക്കും. എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എൻ്റെ ഹൃദയമേ, ഉണരുക. വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവേ, കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങയ്ക്ക് ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. കൃതജ്ഞതയർപ്പിക്കും. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞതയർപ്പിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. കർത്താവേ, കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങയ്ക്ക് ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. കൃതജ്ഞതയർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഒരു തിരഞ്ഞെടുപ്പ് അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, അതുപോലെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ, കത്തോലിക്ക വിശ്വാസിയായി ജീവിക്കുവാൻ, ഈ നാളുകളിൽ ഈ തീർത്ഥാടനം നടത്തുവാൻ, ഇവിടെ ബലിയർപ്പിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുക്കുന്നവരെയാണ് പിശാച് പ്രലോഭിക്കുക, പിശാച് വീഴ്ത്തുക ദൈവം തിരഞ്ഞെടുത്തവരെയാണ്. ദൈവം തിരഞ്ഞെടുത്തവർക്ക് ദൈവം നൽകുന്ന ഒരു ആനുകൂല്യമാണ് എൻ്റെ നാമത്തിൽ ചോദിക്കുക. ഇന്നത്തെ സുവിശേഷം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും. അത് യോഹന്നാൻ്റെ സുവിശേഷം 15-16 നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും. അപ്പോൾ തിരഞ്ഞെടുത്തത് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്നത് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. പക്ഷെ നമ്മൾ അനുഗ്രഹിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന പിശാച് കൂടെ ഉണ്ട്. പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കും. നമ്മളെ ഒരു ചെറിയൊരു അശ്രദ്ധ തന്നിട്ട് നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തെ അവൻ തട്ടിമാറ്റും. നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അനുഗ്രഹങ്ങളാണ് വെറുതെ നമ്മൾ കളഞ്ഞത്. ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വിലയോടുകൂടി കണ്ടിരുന്നെങ്കിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമായിരുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ നടപടി പുസ്തകം, അവിടെ ബർന്നബാസും പൗലോസും അവർ തീക്ഷ്ണമതികളാണ്. 13-ാം അധ്യായം അവരെ അയക്കുകയാണ്, അവരെ മിഷൻ വേലയ്ക്ക് വേണ്ടി അവരയക്കുക. അപ്പോൾ അവരുടെ കൂടെ ഇന്ന് 2 പേരെ കൂടി തിരഞ്ഞെടുത്തയക്കുക. അതിലിങ്ങനെയാ പറയുന്നത്, നടപടി പുസ്തകം 15:22, തങ്ങളിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുത്ത്. ഇനി 25-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അപ്പോൾ പൗലോസും ബർന്നബാസിനും വേണ്ടിയിട്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബർന്നബാസും പൗലോസും, ഇത് അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും പറയുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ യോഗ്യത എന്താണ്? ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേറെ 2 പേരെ കൂടി സഹായികളായിട്ട് അയക്കുന്നതിൻ്റെ അവർക്ക് കൽപ്പിക്കുന്ന യോഗ്യത, അത് നടപടി പുസ്തകം 15:26 അവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. നമ്മൾ എന്താ കൊടുക്കുന്നത്? നമ്മുടെ സമയം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ആരോഗ്യം കൊടുക്കുന്നുണ്ടോ? കുർബാന സമയത്തും സംസാരവും ഫോൺ വിളിയും വീഡിയോ പിടുത്തവും ആണെങ്കിൽ നമ്മൾ എന്താ കൊടുത്തത്? അവർ കൊടുത്തത്, അവരുടെ യോഗ്യത അവർ ജീവൻ പോലും പണയപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തെ പ്രതി ജീവൻ പോലും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത അതാണ്. അവർ പിന്നെ എല്ലാം കൊടുക്കും. നമ്മൾ എന്താ കൊടുത്തത്? നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ സമയം നമ്മൾ എന്താ കൊടുക്കുന്നത്? കർത്താവിന് എന്താ കൊടുക്കുന്നത്? ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് വേണമെന്ന് പറയാൻ എന്ത് യോഗ്യത? ഒരു മാനുഷിക ഒരു മര്യാദ അനുസരിച്ച് ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കുന്നത് ശരിയാണോ? അപ്പൊ ദൈവത്തിന് കൊടുക്കണ്ടേ? എന്താ കൊടുത്തത്? തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിങ്ങൾ എന്താ ഇതുവരെ കൊടുത്തത്? ഇപ്പൊ വരെ 9 മണി മുതൽ ഇപ്പോൾ 9:25 പോകുന്നു. എന്താ കൊടുത്തത്? നിങ്ങൾ ഇതുവരെ എന്ത് കൊടുത്തു കർത്താവിനും? അപ്പോൾ ഇത് കൊടുക്കാൻ, ഇങ്ങനെ കൊടുക്കാൻ, ജീവൻ പോലും പണയപ്പെടുത്താൻ പൗലോസിനെ പ്രേരിപ്പിക്കുന്ന ഘടകം, അത് നടപടി പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്കറിയാം. പൗലോസിന്റെ മാനസാന്തരം, അത് 1-ാമത്തെ സംഭവമാണ്, 1-ാമത്തെ കഥ അത് വിവരിക്കുന്നത്. അതിൻ്റെ 17-ാമത്തെ വാക്യം എത്തുമ്പോൾ അനനിയാസ് എന്ന ഒരാളെ പൗലോസിന് വേണ്ടി, സാവൂളിന് വേണ്ടി അയക്കുന്നുണ്ട്. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യം നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായി യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജീവൻ പോലും പണയപ്പെടുത്താൻ പൗലോസിനെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടുതലായിട്ട് നമ്മിലേക്ക് വരണം. നമ്മൾ സ്ഥൈര്യലേപനം സ്വീകരിച്ചവരല്ലേ? ഓരോ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചവരല്ലേ? ഈ പൗലോസ് തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. നടപടി പുസ്തകം 9:17 പൗലോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് ബോധ്യപ്പെട്ട, ആത്മാവിൽ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട പൗലോസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാനോ മറ്റു സുവിശേഷങ്ങളിലോ വിവരിക്കുന്നതിനേക്കാൾ ഒരു പദപ്രയോഗത്തിലൂടെ വളരെ വ്യക്തമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അച്ചാരം, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അച്ചാരം, അത് 2 കൊരിന്തോസ് 1:22 അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായി തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അച്ചാരം, ഈ ഒരു വാക്ക് മനസ്സിൽ കുറിച്ചിടുക.
2 കൊരിന്തോസ് 5:5 ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഇനി എഫേസ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് തന്നെ പറയുന്ന കാര്യമാണ്. 1-ാം അധ്യായം 14-ാം വാക്യം, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ അച്ചാരം പരിശുദ്ധാത്മാവാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനം പോകുന്നത്, ഈ അച്ചാരം എന്ന പദം അതിൻ്റെ ഗ്രീക്ക് മൂലപദം അറബോൺ എന്ന വാക്കാണ്. അറബോൺ, ഈ വാക്കിൻ്റെ അർത്ഥം ടോക്കൺ, പകിടി, അഡ്വാൻസ് എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം മകൻ ജീവൻ പോലും പണയപ്പെടുത്താൻ പൗലോസ് തയ്യാറായത് പൗലോസിന് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്ത് സ്വന്തമാക്കിയത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളൊരു കടമുറി നമുക്ക് വേണം. കടമുറി നല്ല കടമുറിയാണ്. ഇപ്പൊ ഇവിടെ റൂമുകൾക്കൊക്കെ അങ്ങനെ റെന്റ് ലീസിന് എടുക്കുന്നവരുണ്ട്. ഇപ്പൊ നല്ല സ്ഥലം നോക്കി നല്ല റൂം നോക്കിയൊക്കെ എടുക്കുന്നവരുണ്ട്. അവര് ആ ബിൽഡിംഗ് നഷ്ടപ്പെടാതിരിക്കാൻ അവർ മുന്നേ അഡ്വാൻസ് കൊടുക്കും, പകിടി കൊടുക്കും. അത് ആർക്കും കൊടുക്കല്ലേ, അതെനിക്ക് വേണം കേട്ടോ, ആ റൂം എനിക്ക് വേണം, ആർക്കും കൊടുക്കല്ലേ, അതെനിക്ക് വേണം, നിങ്ങൾ ആർക്കും കൊടുക്കരുത്. അങ്ങനെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു വലിയ തുക മുൻകൂറായിട്ട് കൊടുക്കും. അതാണ് പകിടി, അതാണ് അറബോൺ എന്ന വാക്ക്, അച്ചാരം എന്ന വാക്ക്. അപ്പോൾ നമുക്ക് കൂദാശകളിലൂടെ പ്രിയ ദൈവ പൈതൽ, എനിക്ക് നിന്നെ വേണോടാ കൂട്ടാ, എനിക്ക് നിന്നെ വേണം, പ്രിയ കുഞ്ഞ് എനിക്ക് നിന്നെ വേണോടാ, മകളെ എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് പൗലോസിന് അങ്ങനെ അനനിയാസിനെ വിട്ടത് എന്തിനാ? അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുത്ത്, എടാ നിന്നെ എനിക്ക് വേണോടാ, സഭയില് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നേടിയെടുത്തതാ. അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിയ പൗലോസിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്, അവർ യേശുവിന്റെ നാമത്തെ പ്രതി ജീവൻ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നമുക്ക് കർത്താവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളെ സ്വന്തമാക്കിയതാ മാമോദീസയിലൂടെ, ഓരോ കൂദാശകളിലൂടെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിന് സ്വന്തമാകാൻ പരിശ്രമിക്കണം. പിശാച് എന്താ ചെയ്യുന്നത്? സങ്കീർത്തനം 100-ാം സങ്കീർത്തനം 3-ാം വാക്യം, നാം അവിടുത്തേതാണ്, ദൈവത്തിൻ്റെതെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവനാണ് പിശാച്. പറുദീസയിലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ ഉടനെ തന്നെ 2-ാം അധ്യായത്തിലാണ് സൃഷ്ടികർമ്മം പൂർത്തീകരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ പിശാച് വന്നു, കൗശലക്കാരൻ. അവൻ ആ സ്ത്രീയെ പറ്റിച്ചു. അവൾ പറയുന്നുണ്ട്, പിശാച് എന്നെ വഞ്ചിച്ചു എന്നാ പറയാ. അപ്പോ ദൈവത്തിനുള്ള തട്ടിയെടുക്കുന്നതാണ് പിശാച്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, നീ ഒരിക്കലും പിശാചിന് പിടികൊടുക്കല്ലേ, എനിക്ക് നിന്നെ വേണം മകനെ, എനിക്ക് നിന്നെ വേണം മകനെ എന്ന് പറഞ്ഞ് പകിടി തന്ന് നമ്മളെ സ്വന്തമാക്കിയിരിക്കുക ദൈവം. നമ്മുടെ ശ്രമം എങ്ങനെയാ? ദൈവത്തിന്റെ സ്വന്തമാകാനായിട്ടുള്ള ശ്രമമാണോ നമ്മുടേത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പം മറിയം പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി. ഇത്രയധികം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല സ്നേഹിതന്മാരാൾ. ദാസന്മാര് ഒരു പടി താഴെയല്ലേ, സ്നേഹിതന്മാര് ഒരു പടി മുകളില. ദൈവം ഈശോ ഇന്ന് വചനത്തിൽ പറയാൻ, നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല സ്നേഹിതന്മാരാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്തിനാ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൽ പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്തിനാ? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഫലം പുറപ്പെടുവിക്കണം, ഫലം നിലനിൽക്കണം. ഇല്ല, ആദ്യ കുർബാന സ്വീകരണത്തിന്റെ നാളുകൾ അന്ന് ആത്മാവിനെ തന്നതാ. അപ്പൊ ഫലം അന്നൊക്കെ ഉണ്ടായി ആ നാളുകളിൽ. പിന്നെ ഫലം നിലനിന്നോ? പിന്നെ കുമ്പസാരമുണ്ടോ? നിരന്തരം കുമ്പസാരമുണ്ടോ? നിരന്തരം കുർബാന സ്വീകരണമുണ്ടോ? ഫലം നൽകിയതാ. ഫലം നൽകുന്നതിനും ഫലം നിലനിൽക്കുന്നതിനും അതിനുവേണ്ടിയാ തെരഞ്ഞെടുത്തത്. പൗലോസിന്, സഭയെ പീഡിപ്പിച്ച പൗലോസിന് ആത്മാവിനെ കൊടുത്ത, ആത്മാവ് നിറഞ്ഞപ്പോൾ പൗലോസ് ആ ഫലം നിലനിർത്തി. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഫലം നിലനിർത്തുക. ഫലം നിലനിർത്താൻ വേണ്ടിയിട്ട് 1 തെസ്സലോനി 5:19, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ദാവീദ്, പാപം ചെയ്ത ദാവീദ് സങ്കീർത്തനം 51-ലും
സങ്കീർത്തനം 51:11 ദാവീദ് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ: എനിക്ക് എന്ത് വേണമെങ്കിലും എടുത്തോ, പക്ഷെ ആത്മാവിനെടുത്തോണ്ട് പോകല്ലേ, ആത്മാവിനെടുത്തോണ്ട് പോകല്ലേ. അങ്ങയുടെ സന്നിധി തന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കിക്കളയരുത്, എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. കാരണം ദൈവം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആത്മാവിനെ തന്നത്. അതുകൂടി പോയാൽ എന്ത് ചെയ്യും? പിന്നെ പിശാചിന്റെ ആയില്ലേ പൂർണ്ണമായിട്ട്. ഇപ്പോ പിശാചിന് അത്ര പിടിവള്ളിയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം. ഉള്ള പരിശുദ്ധാത്മാവിനെയും നഷ്ടപ്പെടുത്തിയാൽ പ്രിയ ദൈവവേദനേ, നമ്മുടെ അവസ്ഥ എന്താകും? പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇനിമേൽ ദാസന്മാരല്ല, സ്നേഹിതന്മാരാണ്. ദൈവം ഇത്ര ചേർത്ത് നമ്മളെ പിടിക്കുമ്പോഴും ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് നമ്മൾ പറയണം, അങ്ങയുടെ ദാസന്മാരാണ് ഞങ്ങൾ, ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമേ, പിശാചിന് വിട്ടുകൊടുക്കല്ലേ കർത്താവേ എന്ന് പറയണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചക പുസ്തകം 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്തവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോഴാണ് ഇല്ലേ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്തവനെ കടാക്ഷിക്കുമെന്ന് വചനം പറയുമ്പോൾ കുർബാന സമയത്ത് ഒരു വിറയലുമില്ല, ഒരു ശ്രദ്ധയുമില്ല, കർത്താവിന്റെ ബലിയർപ്പണത്തോട് ഒരു കരുതലുമില്ലെങ്കിൽ എങ്ങനെ കടാക്ഷിക്കും? ആത്മാവിനെ തന്ന് സ്വന്തമാക്കിയ നമ്മൾ കർത്താവിന്റെ ബലിയർപ്പണത്തിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ ഞായറാഴ്ച ആചരണം, കൂടെ കൂടെ കുമ്പസാരം, കുർബാന സ്വീകരണം, ഇതിനൊന്നും പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ എങ്ങനെയാണ് ദൈവം നമ്മളെ കടാക്ഷിക്കുക? നമുക്കതുകൊണ്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആത്മാവിനെ തന്ന് വിലക്ക് വാങ്ങിയതല്ലേ, ഈ ആത്മാവിനെ ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ കൂപ്പി ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ദൈവമേ, ജീവിതത്തിൽ ദുഃഖവേളയിൽ ഈ സ്നേഹം ചൊരിയണേ. മണ്ണിൽ രാജകൾ ദൂരെയകത്തുന്നു എൻ സ്നേഹരൂപനേ. ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാൻ നീയുന്നു, എന്റെയും എൻ സർവ്വവും നിന്റെ മുൻപിലായിക സ്വീകരിക്കണമേ പ്രഭു. പ്രിയ സഹോദരനെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ക്രിസ്തുവിന്റെ നന്മയ്ക്കുമായി അങ്ങയുടെ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാണിക്കകൾ ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവോ ന്യായമോ അന്ത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിന്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിന്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. തിരുവവമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമത് വീണ്ടെടുവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി
അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതയിൽ അധ്യക്ഷനായ സഹായ രാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശ കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും
നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ, ഞങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ദിവ്യരഹസ്യത്തിൻ്റെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ അനുസ്മരണത്തിനായി ഞങ്ങളോട് കൽപ്പിച്ചതനുസരിച്ചുള്ള ഈ ദാനങ്ങൾ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ. കരുണ തൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ